നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആണ്. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി സഹജമാർ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നുമുള്ള യഥാർത്ഥ അറിവിനെ, യഥാർത്ഥമായിട്ട് പൊട്ടൻഷ്യലിനെ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തണം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഫൈനൈറ്റായിട്ടുള്ള ഭൗതിക ശരീരത്തിലൂടെ ആ ഇൻഫൈനൈറ്റിലായിട്ടുള്ള പൂർണ്ണത അത് പ്രകടമാക്കാൻ സാധിക്കും. അസാധ്യമായിട്ടൊരു സ്വപ്നമല്ലേ. പക്ഷേ ആ യാത്ര അത്രയും ആനന്ദദായകമാണ്. നമുക്ക് വീണ്ടും വീണ്ടും ആ ലക്ഷ്യത്തെക്കുറിച്ചിട്ട് സ്മരിക്കാനും അത് കൂടുതൽ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആനന്ദം എന്താ ഉള്ളത്. നമുക്ക് വേറൊരു കാര്യത്തിലും നമുക്ക് വല്ലാതെ ഡിപ്പെൻഡൻസ് ഉണ്ടാവില്ല. നമ്മളൊന്നും തളർത്തില്ല. കാരണം എപ്പോഴും നമ്മൾ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത്. ലോകത്തിലുള്ള ഒരു സംഭവവും നമുക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ തോന്നാതെ തുടങ്ങും. എല്ലാം എന്താണോ വേണ്ടത് അതുപോലെ തന്നെയാണ്. ഇറ്റ് ഇസ് ആസ് ഇറ്റ് ഇസ്. ആ തരത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈനായിട്ടുള്ള സ്റ്റേറ്റ്. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, ആ ഈശ്വരൻ അബ്സല്യൂട്ട് സ്റ്റേറ്റിൽ ഒരു സ്പിരിച്വൽ ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുമോ? കാരണം ഈശ്വരൻ നോക്കുമ്പോൾ വേറൊന്നും കാണില്ല, അദ്ദേഹത്തെ തന്നെ കാണുന്നു. ഇവിടെ മോശപ്പെട്ടതായിട്ടൊന്നും ഇല്ല, പിന്നെ എന്ത് ട്രെയിനിങ് കൊടുക്കാൻ? അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതേ ഈ ചിന്തകളൊക്കെ കാണിക്കുന്നത് തന്നെ നമ്മൾ ആ സ്റ്റേറ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അനന്ത ഭാവിയിൽ അത് സംഭവിക്കാം. ഈ യാത്രയിൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്ലിംസ് നേടുന്നു. അതിനാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. സമാധി ഒരു അവസാനമല്ല എന്നതിലൂടെ മനസ്സിലാക്കാം. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള സമാധി, മനസ്സുകൂടി പ്രവർത്തിക്കാത്ത ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല എന്ന് ബാബുജി മഹാരാജ്. ഇവിടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട്
നമ്മൾ വേവലാതിപ്പെടുമ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞതാണ്, പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല. പ്രോബ്ലം ഫ്രീ ആയിട്ടൊരു എക്സിസ്റ്റൻസ് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത് സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കറക്ഷനിൽ നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസാണ് നമുക്ക് സമാധിയിലൂടെ തരുന്നത്. അത് നമ്മുടെ യഥാർത്ഥ നേച്ചറാണ്. അതിലെത്തിച്ചേർന്നിട്ട് വീണ്ടും അത് നമ്മൾ കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെ സാധന ശരിക്കും ഉള്ളത്. അപ്പോൾ സമാധിയിൽ എത്തലല്ല യഥാർത്ഥത്തിൽ സാധന, സമാധിയെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് സാധന എന്നുള്ളത് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ സഹജമാർഗത്തിൽ സമാധി ആദ്യം തന്നെ തരുന്നുവെന്ന് ചാരിജി മഹാരാജ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അഷ്ടാംഗ യോഗ പദ്ധതി എടുത്ത് നോക്കിയാൽ തന്നെ സാധന ചതുഷ്ടയത്തിൽ മൂന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഷഡ് സമ്പത്തിയിൽ ആദ്യത്തെ ശമം എന്നുള്ള തരത്തിൽ നമ്മൾ സമാധി അനുഭവിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ധർമ്മത്തിലേക്ക് ഇന്ദ്രിയ റെഗുലേഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ശമത്തിൽ ചെയ്തിട്ടുള്ള പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളുടെ റെഗുലേഷൻ, നമുക്ക് ആ പൂർണ്ണതയിൽ എത്താനുള്ള ഒരു വഴിയായിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനല്ല, നമ്മൾ ആ പൂർണ്ണത എക്സ്പ്രസ് ചെയ്യലാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകളിലൂടെ പഠിച്ച് ചെന്നിട്ട് ഡിഗ്രി എടുത്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. ഇനി ശരിക്കും എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടിയിട്ടുണ്ടോ, ഞാൻ അതിന് അർഹനാണോ എന്നെങ്ങനെയാണ് അറിയുന്നത്? അത് വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഡോക്ടറായി എന്നെങ്ങനെ മനസ്സിലാവുക? പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ഡോക്ടർ ആവില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾക്ക് ആ നോളജ് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ അതായി മാറുന്നത്, അതായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ നമുക്ക് ശരിക്കുള്ള പൂർണ്ണ ജ്ഞാനം സമാധിയിലൂടെ ലഭിച്ചതിന് ശേഷം അത് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ഇവിടെയാണ് നമ്മുടെ സാധനയുടെ പ്രധാന ഭാഗം. കാരണം നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് നമ്മുടെ ജീവിതം. അത് അനുഭവിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇവിടെ നിന്നും നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കും, നമുക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെയായിട്ട് മാറും. നമുക്ക് ഒരു വളരെ ഹൈ ലെവലിൽ ഒരു ഡിറ്റാച്ച്മെന്റ് വരും. വിവേകം, വൈരാഗ്യം എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പുകളെ പറ്റി നമ്മൾ ഡിസ്കസ്. വൈരാഗ്യം, പ്രൊനൗൺസിയേഷൻ. അപ്പം അതിനായി പലരും ശ്രമിക്കുന്നുണ്ട്. ഈ ഭൗതിക ലോകം, ഇന്ദ്രിയങ്ങൾ നമ്മളെ പുള്ളിയുന്നു എന്നുള്ള ആ ബോധത്തിൽ വിട്ടു നിന്നിട്ട് സാധന ചെയ്യാം. നല്ല കാര്യമാണ്, നമ്മളെല്ലാവരും ചെയ്യണം. ഒരു മെഡിറ്റേഷൻ റൂം വേണം, ആ മെഡിറ്റേഷൻ റൂമിൽ മെഡിറ്റേറ്റ് ചെയ്യണം, ക്ലീനിങ് ചെയ്യണം. പലരും പല വഴികളാണ്, ചിലർ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അത്രയും ഡിഫിക്കൽട്ടായിട്ട് വഴി സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് സഹജമാർഗത്തിൽ മാസ്റ്റേഴ്സ് പറഞ്ഞു. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. അതിൽ നമ്മൾ കണക്റ്റഡ് ആയതിനു ശേഷം, ഇപ്പോൾ സഹജമാർഗത്തിൽ പ്രാണാഹുതി ലഭിച്ചതിന് ശേഷം നമ്മൾ കണക്റ്റഡ് ആവും. സമാധിയിൽ കണക്റ്റഡ് ആയതിനു ശേഷം ആ ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള പ്രശ്നങ്ങളിലും ഇവിടെയുള്ള കാര്യങ്ങളൊന്നും അത്ര പ്രാധാന്യം ഇല്ലാതെ മാറും. ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന പോലെ എന്നുള്ള ഉദാഹരണം ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പോൾ മുമ്പേ നമുക്ക് വലിയ പ്രധാനങ്ങളായിട്ടുള്ള കുണ്ടും കുഴികളൊന്നും മലയുടെ മുകളിൽ എത്തുമ്പോൾ ഒന്നുമില്ല, സീനറിയുടെ ഉള്ളിൽ അതങ്ങോട്ട് മെർജ് ചെയ്യും. അതുപോലെയാണ് നമ്മൾ ആ ഉയർന്ന തലങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് ആകർഷിക്കുന്നുണ്ട്. വൈരാഗ്യം എന്നുള്ള സ്റ്റേറ്റിൽ ഈ ലോകത്തിൽ നിന്ന് വിട്ട് മോക്ഷം വേണം, സ്പിരിച്വൽ പ്രോഗ്രസ് വേണം, ഡിവൈൻ അബോർഡിലെത്തണം, പല പല ലെവൽസ് ഓഫ് കോൺഷ്യസിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകം വേണ്ട, വേറെ ലോകം വേണം എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ ഹയർ സ്റ്റേറ്റിലെത്തുന്നു, ഉപരതി എന്നതിന് പറയും. അതാണ് ഷഡ്സമ്പത്തികളിലെ അടുത്ത സ്റ്റെപ്പ്, ഉപരതി. അത് ശരിക്കും വൈരാഗ്യത്തിൻ്റെ സ്വഭാവമല്ല അതിൻ്റെ. അവിടെ നമുക്ക് ഇവിടെ ഒന്നിനും അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഇല്ല. നമുക്കൊന്നും വേണമെന്ന് തോന്നില്ല, വേണ്ടാന്ന് തോന്നില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. നമുക്ക് ഒന്നിനോടൊരു അങ്ങനെ ഒരു അട്രാക്ഷൻ, അത് വേണമെങ്കിൽ അത് ചെയ്യും ചെയ്യാം. ഇപ്പോൾ റിച്വൽസ് ഉണ്ട്, റിലീജിയസ് റിച്വൽസ് ഉണ്ട്, അതിനോട് നമുക്ക് വല്ലാതെ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. ഇനി അത് അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ചെയ്യാം, സ്ട്രെസ്സൊന്നുമില്ല. ആദ്യം നമുക്കതൊക്കെ വലിയ സ്ട്രെസ്സായിരുന്നു. അയ്യോ തെറ്റിപ്പോയി, മന്ത്രം ചെല്ല് തെറ്റിപ്പോയി, കണക്ക് കെട്ടുപോയി, അല്ലെങ്കിൽ പ്രദർശനം വെച്ച് തെറ്റിപ്പോയി. എല്ലാ റിലീജിയൻസും ഇല്ലാത്ത റിച്വൽസ് മുടങ്ങിയ ഒരു പേടിയാണ്, ഭയം. അപ്പോൾ ഇവിടെ ഉപരതീയത്വം ഭയം ഇല്ലാണ്ടേ മാറും. അത് നമ്മുടെ ഡിവൈൻ സ്റ്റേറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ചെയ്യേണ്ടത് അതാത് സമയത്ത് ചെയ്യുക. ഇനി അഥവാ കാലത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ സമയത്ത് വേണമെങ്കിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അറിവ്, യഥാർത്ഥ അറിവ്. ഇപ്പോൾ സ്ട്രെസ് എന്നുള്ള കാര്യം, ടെൻഷൻ എന്നുള്ള കാര്യം ഇല്ല, ഭയം എന്നുള്ള കാര്യം അവിടെ ഇല്ല.
സ്നേഹത്തോടു കൂടി ചെയ്യാൻ തുടങ്ങും. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭക്തിയോട് കൂടിയിട്ട് ഓരോ പ്രവൃത്തിയും ചെയ്യും. ഒന്നും കിട്ടാൻ വേണ്ടിയില്ല, എൻ്റെ ഉള്ളിലുള്ള ആ ഭക്തി അറിയിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ എപ്പോൾ അറിയിക്കണം? എപ്പോഴും ചെയ്യാം, ഏത് സമയത്ത് ചെയ്യാം, അതിന് ടൈമൊന്നുമില്ല. അപ്പോൾ സമയവും അതുമാതിരി തന്നെ പുറമേയുള്ള ഇൻഫ്ലുവൻസസിൻ്റെയും പേടി നമുക്ക് പോകും. നമ്മൾ എന്തെങ്കിലും പുതുതായി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗ്രഹങ്ങൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഏത് സമയമാണ് നല്ലത്, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കാതില്ല. അതായത് ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇതിലോട് കണക്ട് ആകുമ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും. അപ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഗ്രഹം എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് ബാധിക്കുമെന്ന് തോന്നുന്നെങ്കിൽ ബാധിക്കും. ഇത് ക്വാണ്ടം ഫിസിക്സ് തന്നെ പറയും. നേരെ മറിച്ചിട്ട് ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കില്ല. അത് പ്രോബ്ലം ഇല്ലാണ്ടേ. ഒരു പാട്ടുകാരൻ പാട്ട് പഠിക്കുമ്പോൾ അതിന് ശ്രുതി കറക്റ്റ് വേണം, താള ശക്തിയിലടിക്കണം. ഞങ്ങളുടെ പാട്ട് ടീച്ചറൊക്കെ പറയണ്ടായിരുന്നു, ശക്തിയിലടിക്കണം, ശ്രുതി തെറ്റരുത്, രാഗം കറക്റ്റ് ആവണം, സാധന ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റേറ്റ് ആലോചിച്ചു, ശ്രുതിയും താളവും രാഗവും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു സ്റ്റേറ്റ്. ത്യാഗരാജ ഭാഗവതരൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം പാടുമ്പോൾ രാഗം അദ്ദേഹത്തിനല്ല, അത് പാടുന്നത് ആ രാഗത്തിലാവും. എന്ത് രാഗം വേണ്ട വെച്ചാൽ അതവിടെ വരും. അപ്പോൾ അതാണ് ആ സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്, ഉപരതി എന്നുള്ള സ്റ്റേറ്റ് ശരിക്കും നമ്മൾ സമാധി അവസ്ഥ എത്തിച്ചേർന്നതിന് ശേഷം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗുണമാണ്, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുന്നതല്ല. ഇത് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടോ, നമുക്കിപ്പോഴും ഭയമുണ്ടോ? അപ്പോൾ നമ്മൾ ആധ്യാത്മികമായി പുരോഗമിച്ചു എന്ന് പറയുന്നുണ്ട്, അതേ സമയത്ത് ഇവിടെ ഭയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഭയം ഇല്ലാതെയാവുന്ന ഒരു സ്റ്റേജാണ് ഇതെല്ലാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും ഇവിടെ പറഞ്ഞു.